ഹായ് ഓൾ. BGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഞാൻ ആദ്യം തന്നെ പറയാം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കേൾക്കണം എന്ന് ആഗ്രഹിച്ചവർക്കുള്ളൊരു വീഡിയോ അല്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോയിന്റുകൾ മാത്രം പറയുന്ന വീഡിയോ ആണ്. സോ എല്ലാ പോയിന്റുകളും ഇതിലുണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട പോയിന്റുകളൊക്കെ ഞാൻ പറയും. ബട്ട് ഒരുപാട് കാര്യങ്ങൾ വെറുതെ നീട്ടി വലിച്ച് പറയുന്നില്ല എന്ന് മാത്രം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റത്തെ യൂണിറ്റ്, നമ്മുടെ ബ്ലോക്കിൻ്റെ പേര് ഓൾ മൈ സൺസ് ആദർ മില്ലറിൻ്റെ ഓൾ മൈ സൺസ് എന്ന് പറയുന്നൊരു പ്ലേ ആണ് നോക്കാനുള്ളത്. സോ നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനുള്ളത് അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ്. സോ നമുക്ക് ആദ്യം അതൊന്ന് ചർച്ച ചെയ്യാം. സോ നമുക്ക് ആദ്യം ആർതർ മില്ലർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് നോക്കാം. അദ്ദേഹം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ പ്ലേ റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 20th സെഞ്ചുറിയാണ്. അഥവാ 1915 മുതൽ 2005 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് ഒരു ജെവിഷ് ഫാമിലിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷേ 1929 ഉണ്ടായിട്ടുള്ള ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ട് അമേരിക്കയിലുണ്ടായ ആ ഒരു സംഭവം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും ഭയങ്കരമായിട്ട് ബാധിച്ചു. ബിസിനസ്സൊക്കെ ആകെ തകർന്നു, ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ ഒരു കാരണമാണ് അദ്ദേഹത്തിൻ്റെ പ്ലേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അധികം സ്ട്രഗിൾസ്, സാധാരണ മനുഷ്യന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റും. ഇതൊക്കെ അദ്ദേഹം അനുഭവിച്ചത് കൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കിലുള്ള തീമുകൾ അധികം ഒരു അമേരിക്കൻ ഡ്രീം, അതുപോലെ തന്നെ മോറൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഗിൽറ്റിനെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീംസായിട്ട് നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ട് അദ്ദേഹം തീമായിട്ട് എഴുതാറുണ്ട്, കറപ്ഷൻസിനെ കുറിച്ചിട്ട് പറയാറുണ്ട്, അതുപോലെ തന്നെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ, ഫാമിലി കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തീമുകളായിട്ട് നമുക്ക് അധികം കാണാൻ പറ്റുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ ഓൾ മൈ സൺസ് എന്ന് പറയുന്നത് ഒരു ട്രാജിക് പ്ലേ ആണ്. പിന്നെ അവസാനം ഒരു ട്രാജിക് എൻഡാണ് നമുക്ക് കാണാൻ പറ്റുക. അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണ്, വലിയ ഹീറോകൾക്ക് അല്ലെങ്കിൽ കിങ് പോലുള്ള ആളുകൾക്കൊന്നും ഒരിക്കലും ഒരു ട്രാജഡി സംഭവിക്കില്ല. ഈ ട്രാജഡി എന്ന് പറയുന്നത് അത് കോമൺ പീപ്പിൾസിനെ മാത്രമാണ് സംഭവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. സോ അതാണ് അദ്ദേഹത്തിനെ ഈ ഒരു പ്ലേ എഴുതാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് നമുക്ക് പറയാം. ഒരു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരു റിയലിസ്റ്റിക്കായിട്ട് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ ഈ ഓരോ പ്ലേയിലൂടെ അവതരിപ്പിക്കുകയാണ്. അഥവാ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ പങ്കുവെക്കുന്നത്. മനുഷ്യൻ്റെ ഒരു ആർത്തി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ, ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. കോമൺ പീപ്പിളിനെ വെച്ചിട്ട് ആ ഒരു അമേരിക്കൻ ആ ഒരു അവസ്ഥ, അന്നത്തെ കാലത്തുള്ള ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് കാണാൻ പറ്റുക. ദെൻ നമ്മുടെ പാഠഭാഗത്ത് അമേരിക്കൻ ഡ്രാമയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു അമേരിക്കൻ ഡ്രാമ ഉണ്ടായ ആ ഒരു സാഹചര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു റാപ്പിഡായിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 19th സെഞ്ചുറി, അതുപോലെ തന്നെ 20th സെഞ്ചുറിയിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഡ്രാമൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു സമയത്തുള്ള ഒരു ഡ്രാമ എന്ന് പറയുമ്പോൾ അത് ആ ഒരു സമയത്തുള്ള ആ ഒരു കൺട്രിയുടെ സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, കൾച്ചറൽ ലൈഫിനൊക്കെയാണ് കൂടുതലായിട്ടും പോർട്രേ ചെയ്തിരുന്നത്. ഈ 18th സെഞ്ചുറിയിലുള്ള അമേരിക്കൻ ഡ്രാമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ടോട്ടൽ ഫുള്ളി ആയിട്ട് യൂറോപ്യൻ ട്രഡീഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായതാണ്. നമുക്കറിയാം, യൂറോപ്പിൽ 13ാം നൂറ്റാണ്ട് മുതൽ അവിടെ ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റ് ആയിട്ടാണ് അവരുടെ ലിറ്ററേച്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ പ്ലേസ്, പോയംസ്, വർക്കുകളൊക്കെ കൂടുതലായിട്ടും കാണാൻ തുടങ്ങുന്നത്. ഈ ഒരു 19th സെഞ്ചുറി ടു 20th സെഞ്ചുറി ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ടും അവിടെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. സോ അതുപോലെ തന്നെ പ്ലേയുടെ ഒരു ഇൻഫ്ലുവൻസും അവർ യൂറോപ്യൻ ആയിട്ടുള്ള ഒരു ട്രഡീഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അമേരിക്കയിലും ഡ്രാമാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ 18th സെഞ്ചുറി മുഴുവൻ യൂറോപ്യൻ ട്രഡീഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവിടെ ഡ്രാമ ഉണ്ടായിരുന്നത്. അതുപോലെ 19th സെഞ്ചുറിയിലുള്ള ഒരു അമേരിക്കൻ ഡ്രാമ എന്ന് പറയുന്നത് അധികം മെലോ ഡ്രാമകൾ, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പ്ലേ, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഡ്രാമാസ്, ഇങ്ങനത്തെയൊക്കെയാണ് അവിടെ ഒരു 19th സെഞ്ചുറി ആകുമ്പോൾ കണ്ടുവന്നിരുന്നത്. ദെൻ 20th സെഞ്ചുറിയിൽ എത്തിയപ്പോഴാണ് ദ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. അഥവാ ശരിക്കും റിയൽ ആയിട്ടുള്ള ഗ്രോത്ത് ഡ്രാമക്ക് സംഭവിച്ചത് 20th സെഞ്ചുറിയിലാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ഡ്രാമ അതിൻ്റെ ഒരു പരിണയം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒരു ദേശീയത ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നെങ്കിൽ, പിന്നീട് എന്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സോഷ്യൽ കോൺഷ്യസ് ആയിട്ടുള്ള
ഒരു പ്ലേ വർക്കായിട്ട് പിന്നെ മാറി എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൽ കാര്യമായിട്ട് ഒന്നാമത്തെ യൂണിറ്റിൽ പറയാനുള്ളത്. ഞാൻ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും മതി നമുക്കൊരു അമേരിക്കൻ ഡ്രാമനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതോളൂ. ദെൻ യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ ഓൾ മൈ സൺസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പറയുന്നത്. സോ നമുക്ക് ഈ വർക്കിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും ഈ ഒരു പ്ലേ എന്താണെന്നുള്ളതിന് അതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഈ ഒരു ട്രാജിക് ആയിട്ടുള്ള ഈ ഒരു പ്ലേ അമേരിക്കൻ റിയലിസം എന്താണെന്നുള്ളതിനും അതുപോലെ തന്നെ മോറൽ ഡ്രാമ എന്നുള്ളതിനും ഏറ്റവും ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അഥവാ അമേരിക്കൻ റിയലിസം എന്താണെന്നും അതുപോലെ തന്നെ മോറൽ ഡ്രാമ എന്താണ് മോറൽ ഡ്രാമ. ഈ മോറൽ ഡ്രാമ എന്ന് പറയുമ്പം ഒരു ഡ്രാമയിൽ നിന്ന് നമുക്ക് മോറലായിട്ടുള്ള എന്തെങ്കിലും തീമുകൾ നമുക്കതിന് കിട്ടണം, ഒരു ധാർമ്മികപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജുകൾ നമുക്കതിന് കൈമാറണം. അതാണ് മോറൽ ഡ്രാമ എന്ന് പറയുന്നത്. അത് മനുഷ്യന്മാരേക്ക് എത്തുമ്പം അതിൽ നിന്ന് ഒരു നല്ല ഒരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് മോറൽ ഡ്രാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത്. 1947 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി നോക്കുകയാണെങ്കിൽ ഇത് നടക്കുന്നത് കെല്ലർ ഫാമിലിയുടെ ഒരു വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ്. ഒരു സൺഡേ മോർണിംഗ് മുതൽ ഒരു മൺഡേ മോർണിംഗ് വരെയുള്ള ആ ഒരു 24 മണിക്കൂർ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. അഥവാ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടക്കുന്നത്. ബട്ട് ഇതിൽ കുറച്ച് സംഭവങ്ങൾ വേൾഡ് വാർ സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണെന്ന് പറയാം. ഇതിൽ ജോ കെല്ലർ അതുപോലെ തന്നെ കേറ്റ് കെല്ലർ, ജോ കെല്ലറിൻ്റെ വൈഫാണ് കേറ്റ് കെല്ലർ. അതുപോലെ തന്നെ അവർക്ക് 2 മക്കളുണ്ട്, ക്രിസ് കെല്ലർ ഉണ്ട്, അതുപോലെ ലാരി കെല്ലർ ഉണ്ട്. ദെൻ വേറൊരു ഫാമിലി, 2 ഫാമിലി തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ പറയുന്നത്. വേറൊരു ഫാമിലി സ്റ്റീവ് ഡീവർ എന്ന് പറയുന്ന വേറൊരു ആൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ജോർജ് ഡീവർ ദെൻ ആൻ ഡീവർ എന്ന് പറയുന്ന ഒരാണും ഒരു പെണ്ണും അദ്ദേഹത്തിന് മക്കളായിട്ടുണ്ട്. സോ ഈ 2 ഫാമിലി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. നമ്മുടെ 2 ഫാമിലിയിലെ 2 മുതിർന്ന ആളുകളായിട്ടുള്ള സ്റ്റീവ് ഡീവർ ദെൻ ജോയ് കെല്ലർ എന്നീ പറയുന്ന 2 ആളുകൾ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ആയിരുന്നു. അവർക്ക് ഈ എയറോപ്ലെയിൻസിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയായിരുന്നു. സോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ ആ ഒരു ടൈമിൽ ജോയ് കെല്ലർ ഫോൾട്ടായിട്ടുള്ള വിമാനത്തിൻ്റെ പാർട്സുകൾ കയറ്റി അയക്കാണ്. ഇത് നമുക്ക് സ്റ്റീവ് ഡീവറിന് അറിയാം ഇത് തെറ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇതൊക്കെ ഫോൾട്ടി ആയിട്ടുള്ള ഉപകരണങ്ങളാണ്, ഇതൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് ജോയ് കെല്ലറിൻ്റെ ഒരു ആർത്തി, പണത്തോടുള്ള ഒരു ആർത്തി, അദ്ദേഹം അത് കുഴപ്പമൊന്നുമില്ല, അത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞ് ഇത് കയറ്റി അയക്കാൻ നമ്മുടെ സ്റ്റീവ് ഡീവറിനെ തന്നെ ഏൽപ്പിച്ച് അദ്ദേഹം അന്ന് എന്തോ അസുഖമായിട്ടൊക്കെ ഇല്ലാത്ത അസുഖമൊക്കെ ഉള്ളതായിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ സ്റ്റീവ് ഡീവറാണ് ഇത് കയറ്റി അയക്കുന്നത്. അയാൾ പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ബട്ട് മറ്റേയാൾ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അത് ഞാൻ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്തൊക്കെ ഒരു ഇല്ലാത്തൊരു കഥ പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അത് കയറ്റി അയക്കാണ്. ബട്ട് ആ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്ത ആ ഒരു പ്ലെയിനിൽ 21 പൈലറ്റ്സ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം മരണപ്പെടുകയാണ്. ബട്ട് അബദ്ധവശാൽ ആ ഒരു 21 പൈലറ്റുമാരുടെ കൂട്ടത്തിൽ ജോയ് കെല്ലറുടെ മകനും ഉണ്ടായിരുന്നു, ലാരി കെല്ലർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആർക്കും അറിയുന്നില്ല. അദ്ദേഹത്തിനെ കാണാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. ബട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊരു വിവരമില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള കേറ്റ് കെല്ലറിന് ഇതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. തന്നെ മകൻ ഒരിക്കലും മരിച്ചെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു വീട്ടുമുറ്റത്ത് ഉള്ള ഒരു കാഴ്ചയോടെയാണ് ഈ ഒരു പ്ലേ സ്റ്റാർട്ടാവുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക്, ലാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിളിൻ്റെ മരം നട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റിൽ ഭയങ്കര ആ ഒരു മഴയത്തൊക്കെ ആ ഒരു മരം മറിഞ്ഞ് വീഴാണ്. ആകെപ്പാടൊരു ഇരുണ്ട് മൂടിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ നമുക്ക് ആ ഒരു പ്ലേയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ മറ്റൊരു മകനായിട്ടുള്ള ക്രിസ് കെല്ലർ താൻ ലവ് ചെയ്യുന്ന ആൻ ഡീവറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ബട്ട് ഈ ആൻ ഡീവർ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യം ലാരി കെല്ലറുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരോധാനത്തിന് ശേഷം ക്രിസ് കെല്ലറിന് അവളെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആ ഒരു മോഹം തോന്നുകയാണ്. സോ അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്. ബട്ട് നമ്മുടെ കേറ്റിന് ഇതൊന്നും ഇഷ്ടമല്ല. കാരണം കേറ്റ് വിശ്വസിക്കുന്നത് ഒരിക്കലും തന്നെ മകൻ മരിച്ചിട്ടില്ല എന്നാണ്. സോ അങ്ങനെ അവൻ്റെ പെണ്ണിനെ താൻ കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു മനോഭാവമായിരുന്നു കേറ്റ് കെല്ലറിനുണ്ടായിരുന്നത്. സോ അവരതിന് വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ആൻ ഡീവറിൻ്റെ അച്ഛനായിട്ടുള്ള സ്റ്റീവ് ഡീവർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അന്നത്തെ ആ ഒരു പ്രശ്നം ജോയ് കെല്ലർ അന്ന് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഞാൻ അന്ന് വീട്ടിലായിരുന്നു, ഞാനല്ല ഇത് ചെയ്തത് മുഴുവൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ കുറ്റം മുഴുവൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായിട്ട് പോരുകയാണ്. ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ആക്ട് വരുമ്പം അതിൽ പറയുന്നത്, രണ്ടാമത്തെ ആക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആൻ്റെ ബ്രദറായിട്ടുള്ള ജോർജ് ഡീവർ, അതുപോലെ സ്റ്റീവ് ഡീവറിൻ്റെ മകനായിട്ടുള്ള ജോർജ് ഡീവർ ജോയ് കെല്ലറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ജയിലിൽ പോയി കണ്ടിട്ടാണ് അദ്ദേഹം വരുന്നത്. സോ അദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ സ്റ്റീവ് ഡീവർ തൻ്റെ മകനായിട്ടുള്ള ജോർജ് ഡീവറിനോട് പറയുന്നുണ്ട്. പ്രശ്നക്കാരനല്ല, താനല്ല ഇത് ചെയ്തത്, ഇത് എല്ലാം ചെയ്തത് ജോയ് കെല്ലറാണ്. സോ അദ്ദേഹം പിന്നീട് തൻ്റെ കുറ്റം മുഴുവൻ തന്നിലേക്ക് ചുമത്തി അദ്ദേഹം എസ്കേപ്പ് ആയതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടെയാണ് ജോയ് കെല്ലറിൻ്റെ വീട്ടിലേക്ക് ജോർജ് കെല്ലർ വരുന്നത്. സോ അദ്ദേഹം ഈ ഒരു സത്യങ്ങളൊക്കെ അവിടെ റിവീൽ ചെയ്യാണ്. ബട്ട് അപ്പോഴും ക്രിസ് കെല്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ തൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. തൻ്റെ അച്ഛൻ്റെ ഒരു ഇന്നസെൻറ്റ് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഒരിക്കലും തൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെയുള്ളൊരു വിശ്വസിക്കുന്ന ആളാണ് ക്രിസ് കെല്ലർ. ബട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പം അൺഫോർച്ചുനേറ്റ്ലി ആൻ കെല്ലറും ശരിയാണ്, അദ്ദേഹം അന്ന് സുഖം ഇല്ലാതെ വീട്ടിൽ വന്ന് കടന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആ സുഖമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയി. ബട്ട് അപ്പോഴും കേറ്റ് കെല്ലറിന് അത് ശരിക്കും താൻ പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ ജോയ് കെല്ലർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ മകനും അതിൽ മരിച്ചിട്ടുണ്ടെന്നുള്ളത് അവൾക്ക് ഉറപ്പാവും. സോ അങ്ങനെ വിശ്വസിക്കാനും കേറ്റ് കെല്ലറിനെ പറ്റുന്നില്ല, തൻ്റെ മകൻ മരിച്ചു എന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല, ജോയ് കെല്ലർ ഇത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനും പറ്റുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ക്രിസ് കെല്ലറിനും മനസ്സിലായി താൻ കേട്ടതൊക്കെ ശരിയാണ്, തൻ്റെ അച്ഛനെ കുറിച്ചിട്ട് കേട്ടത് കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ളത് അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. ദെൻ അതോടുകൂടെ ആ ആക്ട് സെക്കൻഡ് അവിടെ എൻഡ് ആവുകയാണ്. ദെൻ ആക്ട് 3 നമുക്ക് കാണാൻ പറ്റുന്നത് ക്രിസ് ആ ഒരു അവരുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഭയങ്കര ദേഷ്യത്തോടെ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ആനിന് കേറ്റിന് ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അഥവാ ലാരി അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ആനിന് എഴുതിയിട്ടൊരു ലെറ്റർ കേറ്റിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ ഒരു ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ കേട്ടു, അദ്ദേഹം ചെയ്ത ആ ക്രൈമിനെ കുറിച്ചിട്ടൊക്കെ കേട്ടപ്പം അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് ഒരു ഷെയിം തോന്നുന്നു. സോ അദ്ദേഹം സ്വയം ആയിട്ട് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ, ലാറിയുടെ ലെറ്റർ കേറ്റിന് ആന് കൊടുക്കുകയാണ്. സോ അത് വായിക്കുന്നത് കൂടെ കേറ്റിനും അതുപോലെ തന്നെ ജോക്കും മനസ്സിലായി തൻ്റെ മകൻ ശരിക്കും മരിച്ചു പോയിട്ടുണ്ട്. താൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും ആ ഒരു തെറ്റ് കാരണം, വലിയൊരു തെറ്റ് കാരണം തന്നെ തനിക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ടതോടുകൂടെ തന്നെ 21 മക്കളെയും നഷ്ടപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന് അവസാനം മനസ്സിലാക്കുകയാണ്. അഥവാ ഹി വാസ് നോട്ട് ജസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ ഫാമിലി ബട്ട് ഫോർ ഓൾ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു സമൂഹത്തിന് മുഴുവൻ ഒരു വിനയായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത്, അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തൻ്റെ മകൻ നഷ്ടപ്പെടാനും തൻ്റെ കുടുംബം തന്നെ നഷ്ടപ്പെടാനും ഒക്കെ കാരണമായി എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയാണ്. ഇത് നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റ് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റ് പിന്നീട് അതെങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ മുഴുവനും അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പ്ലേ ആണിത്. ഈ ഒരു പ്ലേയുടെ അവസാനം ജോയ് കെല്ലർ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് മനസ്സിലായി ആ മരിച്ചത് തൻ്റെ മകൻ മാത്രമല്ല തൻ്റെ 21 മക്കളും കൂടെയാണെന്നുള്ളത്. അഥവാ ഓരോ മക്കൾക്കും അവരുടേതായിട്ടുള്ള ഫാമിലി ഉണ്ടാകും. സോ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വേദന, തൻ്റെ മകൻ പോലെ തന്നെ അവർക്കും നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വേദനാജനകരമായിട്ടുള്ള ആ ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. സോ അദ്ദേഹം പിന്നീട് കമ്മിറ്റ് സൂസൈഡ്, അദ്ദേഹം പിന്നീട് അവസാനം സ്വയം തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്ലേ അവസാനിക്കുമ്പം നമ്മുടെ കേറ്റ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ക്രിസ് കെല്ലറിനോട് പറയുന്നുണ്ട്, അച്ഛനോട് നീ ക്ഷമിക്കുക, നീ നിൻ്റെ ജീവിതവുമായി നീ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്ലേ എൻഡ് ആവുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. 3 ആക്ട് വൈസ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു 3 ആക്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇത് ഒരു ഓൾ മൈ സൺസ് ആസ് എ ട്രാജിക് പ്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതിൽ നമുക്ക് എഴുതാൻ പറ്റും ഇതിൻ്റെ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഫ്ലോ, അത് തുടങ്ങുന്നതും ഒരു എൻഡ് ചെയ്യുന്നതും ഒക്കെ ഒരു ആ ട്രാജിക് ലെവലിലാണ് ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ആവുന്നതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കെല്ലറിൻ്റെ ഒരു ഗ്രീഡിനെ കുറിച്ചിട്ട് പറയുന്നത്, ആ ഒരു ഗ്രീഡാണ് അവസാനം ഇതിൻ്റെ ഒരു ട്രാജിക് ആയിട്ടുള്ള എൻഡിലേക്ക് വഴിവെച്ചത്. അഥവാ ട്രാജിക് ആയിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് അതിൽ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള അതിൻ്റെ ഒരു കോൺസിക്വൻസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോൾട്ടി ആയിട്ടുള്ള ഷിപ്പിംഗ് സാധനങ്ങളൊക്കെ ഒരു ഷിപ്പ് ചെയ്ത് വിടുന്നത്, ദെൻ ആ ഒരു കുറ്റം, തൻ്റെ കുറ്റം മറ്റുള്ള ആളുകളിലേക്ക് തലയിലേക്ക് വെക്കുന്നത്, അതുപോലെ തന്നെ മോറൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സബ് ഹെഡിങ്ങിലൂടെയൊക്കെ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് വിശദീകരിച്ച് എഴുതാൻ പറ്റും. നമുക്കറിയാം ജോയ് കെല്ലറിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ലവബിൾ ഫാദറാണ്. ഒരു ഫാമിലിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് തന്നെ. ബട്ട് അദ്ദേഹം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കാതെ പോയ മറ്റൊന്നാണ് ആ ഒരു സമൂഹത്തിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചപ്പോൾ ആ സന്തോഷം, അവരുടെ സന്തോഷമായിട്ടുള്ള തൻ്റെ മകനെ തന്നെ നഷ്ടപ്പെട്ട ആ വേദനയിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് മക്കൾ തനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിലുള്ള എല്ലാ
സമൂഹത്തിലുള്ള എല്ലാവരും എല്ലാവരുടെയും മക്കളാണ്. സോ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടേതായിട്ട് മാത്രം ഉള്ള ആ ഒരു ശൂന്യമായിട്ടുള്ള ആ ചിന്തയിൽ നിന്ന് മാറി ആ ഒരു സമൂഹത്തിൻ്റെ പൊതു ചിന്തയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് ഈ ഒരു പ്ലേ അവസാനമായിട്ട് നമുക്ക് തരുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ എന്നുള്ളത് പറയുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ. റിയലിസം മീൻസ് ഇതിൽ കാര്യമാക്കുന്നതെന്ന് വെച്ചാൽ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റിയൽ സോഷ്യൽ പ്രോബ്ലംസ്, ഒരു ഒരു ഫാൻറ്റസി, ഒരു സാങ്കല്പികത ഒന്നുമില്ലാതെ ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോർട്രേ ചെയ്യുക. ആ ഒരു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതിലുള്ള ഒരു ക്യാരക്ടേഴ്സ്, ഓരോ ഓരോ ആളുകൾ നോക്കുകയാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സാണ് അവരുടെ ഓരോ ജീവിതത്തിൽ അവർ വഹിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. സോ അവരെ ഈ ഒരു പോർട്രേ ചെയ്യുക. അതുപോലെ തന്നെ അതാണ് ശരിക്കും റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ എന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവം പോപ്പുലർ ആയത് 19th അതുപോലെ തന്നെ ഏർലിയത്ത് 20th സെഞ്ചുറിയിലൊക്കെയാണ്. അഥവാ ട്രൂത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈഫ്. അഥവാ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ഓർഡിനറി പീപ്പിൾസിനെയാണ്. ആൻഡ് സോഷ്യൽ അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ അല്ലെങ്കിൽ എവറിഡേ സിറ്റുവേഷൻസിനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് റിയലിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റിയലിസം വരുന്നതിന് മുമ്പ് കൂടുതലായിട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള മെലോ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പ്ലേയിൽ കൂടുതലായിട്ടും കാണാൻ പറ്റുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ബട്ട് ആഫ്റ്റർ ദ റിയലിസം, അമേരിക്കൻ റിയലിസത്തിൽ നമുക്ക് പിന്നീട് കൂടുതൽ ശക്തി പ്രാപിച്ചത് റിയൽ ആയിട്ടുള്ള പോർട്രയൽ, അഥവാ പോവേർട്ടിനെ കുറിച്ചിട്ട്, ഫാമിലി കോൺഫ്ലിക്റ്റുകൾ, വാറ് വരുത്തുന്ന പ്രശ്നങ്ങൾ, അതുപോലെ മോറൽ കറപ്ഷൻസ്, ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും പോർട്രേ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ എന്നുള്ള ഒരു ടൈറ്റിൻ്റെ ഉള്ളിൽ പറയുന്നത്. ദെൻ യൂണിറ്റ് 3 നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. യൂണിറ്റ് 3യും പറയുന്നുണ്ട്, യൂണിറ്റ് 4ഉം പറയുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ തീംസാണ് വരുന്നത്. ഈ ഒരു ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേയുടെ തീംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് എക്സാമിന് ചോദിക്കും. സോ നമുക്കിനി മൂന്നാമത്തെ യൂണിറ്റായ അതിൻ്റെ തീംസിലേക്ക് പോവാം. ഇതിൽ ഒരു 6 തീംസാണ് പറയുന്നത്. ഈ 6 തീംസും നമ്മൾ ഈ ഹെഡിങ്, ഈ 6 തീംസിൻ്റെ മെയിൻ പോയിന്റ് മാത്രം നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ എക്സാമിന് ഇത് ചോദിക്കുമ്പം ഈ 6 തീമുകളും 6 സബ് ഹെഡിങ് ആയിട്ട് ചെറിയ ലൈൻ ഇട്ടുകാണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ഹെഡിങ്ങിന് കീഴിലും വരുന്നത് എന്താണോ എന്നുള്ളത് അത് നമ്മുടെ ആ ഒരു സ്റ്റോറി നമുക്കറിയാലോ. അപ്പം അതിൻ്റെ ഒരു സമ്മറി അനുസരിച്ച് നമുക്ക് ആ ഒരു തീമിന് നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിൽ, നമ്മളേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ നമുക്ക് എഴുതാം. ബട്ട് ഈ ഒരു ഹെഡിങ്ങുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മൾ എക്സാം എഴുതുമ്പം അവർ ചിലപ്പം എല്ലാ ലൈൻസും ലൈൻ ബൈ ലൈനായിട്ട് വായിക്കുന്നുള്ളത് ഒരിക്കലും ഷുവർ ആയിട്ടുള്ള കാര്യമല്ല. അവർക്കതിന് കഴിയൂല, കാരണം അത്രയും എഴുത്തുകൾ വായിക്കാണ്ടാവും. സോ നമുക്കിതിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ തീംസിലേക്ക് പോകാം. ഇതിൽ കാര്യമായിട്ട് 6 തീംസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ 6 തീംസ് 6 പോയിന്റുകളായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എക്സാമിന് ഈ ഒരു തീംസിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു റൈറ്ററിനെ കുറിച്ചിട്ട് എഴുതുക, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എഴുതുക. ദെൻ ഈ ഒരു പ്ലേനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതുക. ദെൻ ഇതിൻ്റെ തീംസ് ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഓരോന്നും ഓരോ സബ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് ലൈന് വരക്കണം. ഇത് 6 പോയിന്റുകൾ എടുത്ത് കാണിക്കണം നമ്മുടെ ഇതിൽ. ബട്ട് അതിനുള്ളിൽ എന്ത് എഴുതുന്നോ എന്നുള്ളത് നമ്മുടെ ഒരു ഇഷ്ടമാണ്. നമുക്ക് അറിയാലോ, സമ്മറിയും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം എന്തൊക്കെയാവാം എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ, അതിൻ്റെ താഴെ എന്തൊക്കെ എഴുതണം എന്നുള്ളത്. സോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എഴുതാം. ബട്ട് ഈ 6 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 6 പോയിന്റ്സും നിങ്ങൾ അടിവരെ തന്നെ ചെയ്യണം, എന്നാൽ അത് നോട്ടാവുക. കാരണം ഒരിക്കലും അവർ എല്ലാ ലൈൻസും ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചിട്ടാണ് ആൻസേഴ്സിന് മാർക്ക് ഇടുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ അത് എഴുതുന്ന പോയിന്റുകൾ അതിൽ ഷാർപ്പായിട്ട് കാണണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. സോ ഇതിൽ 6 തീംസ് പറയുന്നത്, ഒന്നാമത്തെ തീം പറയുന്നത് തീം ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിലെന്തൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇതൊരു സോഷ്യൽ ട്രാജഡിയാണ്. ഒരു സമൂഹത്തിനുണ്ടാകുന്ന ഒരു ദുരന്തമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആണ് മെയിനായിട്ട് തലപൊക്കി നിൽക്കുന്നത്. എന്താ വെച്ചാൽ, ഡു വി ഹാവ് എ ഡ്യൂട്ടി ഓൺലി ടു അവർ ഫാമിലി ഓർ ടു സൊസൈറ്റി ആസ് എ ഹോൾ എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഫാമിലിയോട് മാത്രം പ്രതിബദ്ധത പുലർത്തിയാൽ മതിയോ, അത് നമ്മുടെ സമൂഹത്തോടുണ്ടോ എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു പ്ലേ നമുക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മോട് ചോദിക്കുന്നത്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഫാമിലിയും അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരും ഓരോ ഫാമിലിയും നന്നാവുമ്പോഴാണ് ഒരു സമൂഹം തന്നെ നന്നാവുക എന്നുള്ളതാണ്. അപ്പം ഓരോ മനുഷ്യന്മാർക്കും ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ നന്നായാലും നമ്മുടെ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഫാമിലി മാത്രം ചിന്തിക്കാതെ ആ ഒരു സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇതുപോലത്തെ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റും. അതുപോലെ അവസാനം ജോയ് കെല്ലർക്കുള്ള ഒരു റിയലൈസേഷൻ വരികയാണ്. എന്താണ് വരുന്നത്? ദേ വർ ഓൾ മൈ സൺസ്, അവരെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണെന്നുള്ള ഒരു വിവരം അവസാനം വരികയാണ്.
ബട്ട് ഇത് ആദ്യമേ ചിന്തിച്ചിരുന്നെങ്കിൽ മേ ബി ഈ ഒരു അപകടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആ ആളുകളെ മുഴുവൻ രക്ഷിക്കാമായിരുന്നു. ബട്ട് അദ്ദേഹം അത് ചെയ്തില്ല. എന്തുകൊണ്ട്? തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ചും കൂടെ ഒരു ഭയങ്കരം ദൂർത്ത് അടിക്കുന്ന ഒരാളായിട്ട് മാറി. തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫാമിലിയുടെ ലോയൽറ്റി മാത്രം അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം. ദെൻ രണ്ടാമത്തെ തീമായിട്ട് വരുന്നത് പ്രോബ്ലം ഓഫ് ക്രിസ് മാരേജ് ആസ് എ തീം വരുന്നുണ്ട്. ഈ ഒരു ഇതിൽ പറയുന്നത് നമുക്കറിയാം ആന് ലാറിയുടെ ആദ്യത്തെ ലവറായിരുന്നു. സോ അവരുടെ ലാറിയുടെ മരണത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ സ്നേഹത്തിലാവുന്നത്. അതിന് കാരണം അറിയാം, ആനിനറിയാം ലാറി മരണപ്പെട്ടു എന്നുള്ള വിവരം ആനിന് ആദ്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ക്രിസായിട്ട് കൂട്ടുകൂടുന്നത്. സോ ബട്ട് കേറ്റിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കേറ്റിന് തൻ്റെ മകൻ ഇപ്പോഴും മരിച്ചു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു മാരേജിനെ കൂടുതലായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അവരുടെ മാരേജ് സമ്മതിക്കുന്നതോടൊപ്പം തൻ്റെ മകൻ മരിച്ചു എന്ന് സമ്മതിക്കുന്നത് തുല്യമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. സോ അവർ അതിനെ എതിർക്കുന്നുണ്ട്, ഈ ഒരു മാരേജിനെ എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തീമിലായിട്ട് നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാം. ദെൻ മൂന്നാമത് പറയുന്നത് ഐഡിയലിസം ആസ് എ തീം. ഈ ഐഡിയലിസം എന്ന് പറയുന്നത് ഒരു ഐഡിയൽ മാൻ ആയിട്ട് ഇതിൽ പറയുന്നത് ക്രിസിനെയാണ്. അഥവാ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്. അദ്ദേഹം വേൾഡ് വാറിൽ പങ്കെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ മരണപ്പെട്ട് ഒക്കെ കഴിയുമ്പം താനൊരു നല്ലൊരു ജീവിതത്തിന് വേണ്ടി താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ആ ഒരു സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം അതിനെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആളുകൾ ഇല്ലാതായി എന്നൊക്കെയുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഐഡിയൽ മാൻ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് നമുക്ക് ക്രിസിനെ ഇതിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു സംഭവങ്ങളാണ് ഈ ഐഡിയലിസം ആസ് എ തീം എന്നതിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ ഫാദർ സൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫാദർ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ഉള്ള ആളാണ്. ജോയ് കെല്ലർ അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. തന്നെ രണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ അതിലേറെ. അപ്പം ആ ഒരു ലൈഫിൽ നിൽക്കുമ്പം തൻ്റെ അമ്മയെക്കാളേറെ അച്ഛനും ആ മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അവർ തമ്മിലാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത്. അഥവാ അവൻ്റെ മാരേജ് കാര്യം, ആനിൻ്റെ കാര്യം പറയുന്നത് പോലും ആദ്യം കെല്ലറിനോടാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അദ്ദേഹത്തിന് തൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നത്. തൻ്റെ അച്ഛൻ ഏറ്റവും മാന്യനായിട്ടുള്ള ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. സോ അദ്ദേഹത്തിന് ആ ചിന്തയിൽ തന്നെ നിൽക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. പിന്നീട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കുറ്റബോധം കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു തീമിൽ എഴുതാം. ദെൻ പിന്നീട് പറയുന്നത് ആക്ഷൻസ് ആൻഡ് ദയർ കോൺസിക്വൻസസ് ആസ് എ തീം എന്ന് പറയുന്നുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് തന്നെയാണ് പിന്നീട് ഉണ്ടായ കോൺസിക്വൻസസിനും കാരണമായതെന്നാണ്. അദ്ദേഹം ഫോൾട്ടായിട്ടുള്ള എയ്റോപ്ലെയിൻസിൻ്റെ പാർട്സുകൾ കയറ്റി അയച്ചതോടുകൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല നഷ്ടങ്ങളും സംഭവിച്ചത്. ആ ഒരു കാര്യം അതിനുശേഷം അദ്ദേഹം ചെയ്ത കുറ്റം തൻ്റെ സുഹൃത്തിന് മേൽ ഇടുകയും അദ്ദേഹം വീണ്ടും അതിൽ നിന്ന് കുറ്റവിമുക്തനായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടപ്പെടാൻ കാരണമായത്. അവസാനം അദ്ദേഹത്തിൻ്റെ തന്നെ ജീവൻ നഷ്ടപ്പെടാനും കാരണമായതെന്നാണ് പറയുന്നത്. അഥവാ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ളൊരു ആർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് വഴി തിരിച്ചു വിട്ടത് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആറാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മദർ സൺ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ആ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിനെക്കാട്ടിലും കുറവാണ് മദർ സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ബട്ട് കേറ്റിനെ സംബന്ധിച്ച് കേറ്റ് ഭയങ്കര ലവബിൾ ആയിട്ടുള്ളൊരു മദറാണ്. തൻ്റെ മകനോടുള്ള ഒരു ഇഷ്ടം കാരണം തന്നെ മകൻ മരിച്ചു എന്ന് പോലും വിശ്വസിക്കാൻ മടിക്കുന്ന ഒരാളാണ് കേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മദറും അതുപോലെ തന്നെ സണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറവാണ് എങ്കിലും അവർ തമ്മിൽ ഒരു സ്നേഹമുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ 6 പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. അത് എന്തായാലും എക്സാമിന് ഈ 6 പോയിൻ്റായിട്ട് തന്നെ എഴുതുക. ദെൻ അതിനടിയിൽ നമുക്ക് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ എഴുതാം. ദെൻ പിന്നീട് 4ാമത്തെ യൂണിറ്റിൽ അവരുടെ ഒരു ക്യാരക്ടറൈസേഷനാണ് പറയുന്നത്. അതിൽ മേ ബി ചോദിക്കാം, ജോയ് കെല്ലറിൻ്റെ ചോദിക്കാം, കേറ്റിൻ്റെ അല്ലെങ്കിൽ ക്രിസിൻ്റെ അതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോറിയിലൂടെ തന്നെ അവരുടെ ഒരു സ്വഭാവ മഹിമ എന്തൊക്കെയാണ്, അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ജസ്റ്റ് ചെറിയൊരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. ജോയ് കെല്ലറിനെ സംബന്ധിച്ച് ഹീ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദിസ് പ്ലേ. അദ്ദേഹമാണ് ഇതിൻ്റെ നായകൻ എന്ന് പറയുന്നത്. അദ്ദേഹം നല്ലൊരു വെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഗ്രീഡ് കാരണം എന്താണ്, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് എത്തിക്സ് കാരണം അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ തന്നെ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഭയങ്കര ഫാമിലി ആയിട്ടുള്ള ഒരു ഡീപ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മാനാണ്. അഥവാ അദ്ദേഹം വിചാരിച്ചിരുന്നത് തനിക്ക് തൻ്റെ ഫാമിലിയോട് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് മോറലായിട്ടുള്ള ബ്ലൈൻഡ്നെസ് ബാധിക്കുകയാണ്. മറ്റുള്ള ധാർമ്മിക പരമായിട്ട് അദ്ദേഹത്തിന് ഒന്നും കാണുന്നില്ല. തൻ്റെ കുടുംബത്തോടുള്ള അമിത സ്നേഹം കാരണം മറ്റുള്ളതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോയി എന്ന് പറയാം. അങ്ങനെയുള്ള ആ ഒരു ഒരാളായിട്ടാണ് ജോയിയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അഥവാ ഇതിൽ പറയുന്നത് കോൺഫ്ലിക്റ്റ്
ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ നമുക്കതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. അതുപോലെ ക്രിസ് കെല്ലറിനെ പറയുന്നത് ഒരു ഐഡിയൽ മാനായിട്ട് ഭയങ്കര ഹോണസ്റ്റി ആയിട്ടുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് നമ്മുടെ ക്രിസ് കെല്ലറിനെ കാണിക്കുന്നത്. കേറ്റിനെ ആണെങ്കിലോ ഒരു റെപ്രസെൻറ്റ്സ് ലവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫെയ്ത്തിനെ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത്തിനെ, അവർ തന്നെ മക്കളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് തന്നെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു അമ്മയായിട്ടാണ് അവരെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ആനിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരുടെ വീട്ടിലേക്കുള്ള ഒരു അറൈവലുണ്ട്. അതോടുകൂടെയാണ് ഈ ഒരു പ്ലാൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. ഇവരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അഥവാ അവൾക്കറിയാം സത്യത്തെ നേരിടണം, അത് എത്ര പെയിൻഫുൾ ആണെങ്കിലും അതിനെ നമ്മൾ നേരിടണം എന്നുള്ള ഒരാളാണ് ആൻ എന്ന് പറയുന്നത്. തൻ്റെ കാമുകൻ്റെ മരണശേഷം അത് അവൾ അംഗീകരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ മറ്റൊരു ജീവിതത്തെ അവൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് ഇതിൻ്റെ ഒരു തീം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സക്സസ് വിത്തൗട്ട് മൊറാലിറ്റി ലെറ്റ്സ് ടു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു ധാർമ്മികപരമായിട്ടുള്ള അല്ലാത്തൊരു വിജയമാണെങ്കിൽ അത് അതിൻ്റെ നാശത്തിലേക്ക് വഴിവെക്കുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇതോടുകൂടെ ഈ ഒരു ബ്ലോക്ക് തന്നെ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കഴിയുന്നതും റിപ്ലൈ തരുന്നതാണ്.